ഓസ്കാർ ജേതാവായ സംഗീത സംവിധായകൻ AR റഹ്മാൻ ഹിന്ദുമതത്തിലേക്ക് വീണ്ടും മതം മാറണമെന്ന് അഭ്യർത്ഥിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത്. പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ചുള്ള സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ കർ വാപ്പസിക്ക് സമയമായി എന്നും അത് അദ്ദേഹത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ബോളിവുഡിൽ വീണ്ടും അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ കർ വാപ്പസി ചെയ്യണമെന്ന് സംഘടനയുടെ ദേശീയ വക്താവ് വിനോദ് ബൻസാൽ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരിക്കൽ ഹിന്ദുവായിരുന്നു. എന്തിനാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്? കർ വാപ്പസി ചെയ്യൂ, ഒരുപക്ഷെ നിങ്ങൾക്ക് വീണ്ടും അവസരം കിട്ടിയേക്കാമെന്നും VHP നേതാവ് പറഞ്ഞു. കഴിഞ്ഞ 8 വർഷമായി ഹിന്ദി സിനിമാ മേഖലയിൽ നിന്ന് തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് വർഗീയ കാരണത്താലാണെന്ന് റഹ്മാൻ പറഞ്ഞിരുന്നു. AR റഹ്മാൻ ഒരു പ്രത്യേക വിഭാഗവുമായി സഖ്യത്തിലായതിന്റെ ഉദാഹരണമാണ് പ്രസ്താവനയെന്ന് VHP നേതാവ് ആരോപിച്ചു. ഒരിക്കൽ മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി നേതാവായിരുന്ന വിഭാഗത്തിന്റെ നേതാവായി AR റഹ്മാനും മാറിയെന്ന് തോന്നുന്നുവെന്ന് ബൻസാൽ പറഞ്ഞു. ഹമീദ് അൻസാരി 10 വർഷത്തേക്ക് ആനുകൂല്യങ്ങൾ നേടിയിരുന്നുവെന്നും ഭരണഘടനാ പദവികൾ വഹിച്ചിരുന്നു. എന്നാൽ വിരമിച്ച ശേഷം അദ്ദേഹം ഇന്ത്യയെ ഇകഴ്ത്തിയെന്നും ബൻസൽ ആരോപിച്ചു. ഒരു കാലത്ത് എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളും റഹ്മാനെ ആരാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് അവസരം ലഭിക്കാത്തതിന്റെ കാരണത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്തിയതിനു പകരം വ്യവസ്ഥയെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും മുഴുവൻ വ്യവസായത്തെയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുകയാണെന്നും VHP നേതാവ് പറഞ്ഞു. ഇത്തരം പരാമർശങ്ങൾ രാഷ്ട്രീയക്കാർക്ക് യോജിച്ചതായിരിക്കുമെന്നും പക്ഷേ ഒരു കലാകാരന് യോജിച്ചതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 8 വർഷമായി ബോളിവുഡിൽ ഒരു പുറം നാട്ടുകാരനെ പോലെ തോന്നുന്നതായും പ്രോജക്റ്റുകൾ നഷ്ടമാകുന്നതായും റഹ്മാൻ പറഞ്ഞു. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുമതത്തിലേക്ക് തിരികെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ചില ഹിന്ദു സംഘടനകൾ നടത്തുന്ന ഒരു വിവാദ പരിപാടിയാണ് കർ വാപ്പസി.